ഹായ് വെൽക്കം ടു എജുബിൾസ് ലേണിംഗ്. സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പുകളിലൂടെ പലരും പല ഡൗട്ട്സുകളൊക്കെ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ചില ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്കറിയാം, എക്സാമിലേക്ക് കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ചങ്കിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. അതുണ്ടാവണം. കാരണം എക്സാമിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ മനസ്സിൽ ഒരു ബേജാറുണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ആകുലതയും അതല്ലെങ്കിൽ എന്തൊക്കെ ആ ഒരു ഇതുണ്ടല്ലോ, മാനസികാവസ്ഥ, തീർച്ചയായും എക്സാമിന് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് തെളിയിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളും നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക, നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യരുത്. എന്തൊക്കെ പഠിക്കാനുണ്ട്, ഏതൊക്കെ നോക്കണം എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ ആകെ അങ്കലാപ്പിലാവരുത്. കാരണം നമ്മൾ നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുക, അല്ലേ? ഏതൊക്കെ സബ്ജക്റ്റുകളാണ്, സൈക്കോളജി, ഇംഗ്ലീഷ്, മലയാളം, നമ്മുടെ ടോപ്പിക്കുകൾ, ഇവയൊക്കെ നമുക്ക് നോക്കാനുള്ളതാണ്. ഇതിനൊക്കെ കൃത്യമായ സമയങ്ങൾ കൊടുക്കുക. ഓരോ ദിവസവും ഇതിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയകൾ, നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയകളൊക്കെ കൃത്യമായിട്ട്, നിങ്ങളുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ചോദ്യങ്ങളാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചെയ്തല്ലോ. ചില സമയത്ത് കാറ്ററ്റ് എക്സാമിന് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് കാറ്റഗറി 1കാർക്കൊക്കെ ഇങ്ങനെയുള്ള കൺസെപ്റ്റ് ബേസിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ചെയ്തു നോക്കാം. ഇങ്ങനെയും ചോദ്യങ്ങൾ വരാറുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ചോദ്യം നോക്കൂ. ഒരു കുട്ടിയുടെ 1 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ പഠന പുരോഗതിയെ സൂചിപ്പിക്കുന്ന ലേണിംഗ് കർവ് ആണ് ഗ്രാഫിലുള്ളത്. എക്സ് അക്ഷത്തിൽ സമയവും വൈ അക്ഷത്തിൽ പഠന വേഗത, അതിൻ്റെ റേറ്റും സൂചിപ്പിച്ചിരിക്കുന്നു. ഇനി കുട്ടിയുടെ പഠനത്തെ പറ്റിയുള്ള നിങ്ങളുടെ വ്യാഖ്യാനം എന്ത്? ഇവിടെ നോക്കൂ, ലേണിംഗ് കർവ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതിൽ ലേണിംഗ് കർവ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ലേണിംഗ് കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പല രീതിയിലുള്ള ലേണിംഗ് കർവുകൾ ഉണ്ടാവും. പഠനം ആദ്യം ചെറിയ രീതിയിൽ വന്നു, പിന്നെ പെട്ടെന്ന് പുരോഗതി കൈവരിക്കുന്നു. ആദ്യം ഒരു പുരോഗതി വന്ന് പെട്ടെന്ന്, അല്ലേ? അങ്ങനെയൊക്കെ. ഇപ്പൊ ഇവിടെ നോക്കൂ, ലേണിംഗ് കർവിന്റെ പ്രത്യേകത എന്താ? നമ്മൾ ഓപ്ഷൻ നോക്കാം. പഠനത്തിൽ പടിപടിയായ ഉയർച്ചയുണ്ട്, അല്ലേ? നമുക്കറിയാം ഈ സമയത്തിന് പഠന നിരക്ക് ഇവിടെയാണ്, ഈ ഭാഗത്താണ്, വൈ അക്ഷത്തിലാണ് പഠന നിരക്ക്, സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സമയം തോറും പഠന നിരക്ക് കൂടുന്നുണ്ട്, അല്ലേ? പക്ഷേ പിന്നീട് നോക്കൂ, ഇവിടെ എത്തി, പിന്നീട് എന്ത് ചെയ്യുന്നു? മുകളിലേക്കാണോ? അല്ല, താഴോട്ട് പോകുന്നു. അപ്പോൾ പടിപടിയായ ഉയർച്ച ഉണ്ട് എന്ന് പറഞ്ഞു നിർത്താൻ പറ്റൂല. ഉയർച്ച ഉണ്ടായിരുന്നു. നെക്സ്റ്റ്, കുട്ടിയുടെ പഠനം സ്റ്റഡിയാണ്. അതായത് സ്റ്റഡി ആയിട്ട് പോകുന്നുണ്ടോ? സ്റ്റഡി ആയിട്ട് പോകുക പറഞ്ഞാൽ റേറ്റ് ഓഫ് ലേണിങ്ങും ടൈമും ഒരേപോലെ പോകണം. നമുക്ക് എങ്ങനെ ഇങ്ങനെ വരയ്ക്കാം, അങ്ങനെയുള്ളതല്ലല്ലോ. സോ അതുമല്ല. നെക്സ്റ്റ്, തുടക്കത്തിൽ ഉയർച്ചയുണ്ട്, എന്നാൽ പിന്നീട് പഠനത്തിൽ താഴ്ച വന്നിട്ടുണ്ട്. ശരിയാണ്, അല്ലേ? തുടക്കത്തിൽ നോക്കൂ, തുടക്കത്തിൽ പഠനം എന്ത് ചെയ്യുന്നുണ്ട്? പുരോഗതി കൈവരിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ പതിയെ താഴോട്ട് പോകുന്നു. കറക്റ്റ് അല്ലേ? ശരിയാണ്. സോ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. പഠനത്തിൽ പൂർണ്ണമായും താഴ്ചയാണ്. ഓപ്ഷൻ ഡി നോക്കൂ, അതല്ല ഒരിക്കലും. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ലേണിംഗ് കർവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അല്ലേ? ലേണിംഗ് കർവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പലതരമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ആദ്യം പുരോഗതി വരുന്നു, പിന്നെ താഴ്ച വരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പേര് എന്താ പറയുക? കോൺകേവ്, അല്ലേ? ഞാൻ ഇംഗ്ലീഷിൽ എഴുതാം. കോൺവെക്സ്, ഇത് കോൺവെക്സ് ലേണിംഗ് കർവ. കോൺവെക്സ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗം നോക്കൂ, അല്ലേ? വെക്സ് നമ്മള് മിറർ, അല്ലേ? മിററിന്റെ ഒക്കെ പറയാറില്ലേ? അതുപോലെ കോൺവെക്സ് കർവാണ്. ഇതിന്റെ നെഗറ്റീവ്ലി ആക്സലറേറ്റഡ് കർവ് എന്ന് പറയും. എന്ത് പറയും? നെഗറ്റീവ്ലി ആക്സലറേറ്റഡ്. അതായത് ആദ്യം ഉയർച്ച ഉണ്ടാവും, പിന്നീട് പതിയെ ഇങ്ങനെ. അതായത് പഠനത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് പതിയെ താഴോട്ട് വരുന്നത്. എന്നാൽ രണ്ടാമത് നോക്കുക, നമ്മൾ വേറൊരു കർവ് വരയ്ക്കാറുണ്ട്. ആദ്യം ഇങ്ങനെ പോകുന്ന, അതായത് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് കോൺവെക്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ കോൺകേവ് കർവാണ്, കോൺകേവ് കർവ്. എന്നാൽ ഇവിടെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു ചെറിയ രീതിയിൽ പോകുന്നു, പക്ഷെ പിന്നെ പതിയെ പുരോഗതി ഇങ്ങനെ കൈവരിക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്നാൽ ഇത് പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് ആണ്.
പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് കർവ് എന്ന് പറയാം. ക്ലിയർ ആയോ? ഇനി ചിലത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രണ്ടും ഒരേപോലത്തിൽ പോകുന്ന, സ്റ്റഡി ആയിട്ട് പോകുന്ന, അങ്ങനെയുണ്ട്. ഇനി വേറൊരു കർവ് നമുക്ക് പറയാം സമ്മിശ്രം. ആദ്യം ഇങ്ങനെ പോയത് പിന്നെയും താഴ്ന്ന് ഇങ്ങനെ പോകുന്ന ഉണ്ടല്ലോ, ആദ്യം കുറച്ച് താന്ന് പിന്നെ ഉയരുന്നു പിന്നെയും താഴുന്നു. ഇതിനെ പറയാം മിക്സ്ഡ് എന്ന് പറയും. മിക്സ്ഡ്. അങ്ങനെ പല രീതിയിലുള്ള ലേണിംഗ് കർവുകളുണ്ട്. അതുപോലെ ഇതിൽ വരുന്നതാണ് പഠന പീഠസ്ഥലി അല്ലേ. ആദ്യം ഒന്നിങ്ങനെ ഉയർന്നു പിന്നെ അവിടെ പുരോഗതി ഇല്ലാതെ നേരെ ഇതിനാണ് ഈ ഭാഗം. പിന്നെ വീണ്ടും കുറച്ചും കൂടി പുരോഗതി വരുന്നു വീണ്ടും. അപ്പൊ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിനാണ് പഠന പീഠസ്ഥലി, പ്ലാറ്റ്യൂ എന്ന് പറയാം. ഇവിടെ എന്തെങ്കിലും രോഗങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പഠനത്തിന്റെ ബോധന ശൈലിയിലോ പരിശീലനത്തിലോ ഉള്ള പ്രശ്നങ്ങൾ, അതുപോലെ താല്പര്യമില്ലായ്മ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ചില സമയത്ത് പഠനം ഒരേ അവസ്ഥയിലുള്ള പഠന പീഠസ്ഥലി എന്ന് പറയും അല്ലേ, പ്ലാറ്റ്യൂ എന്ന് പറയില്ലേ. അപ്പൊ ഇങ്ങനെ ലേണിംഗ് കർവുമായി ഞാൻ പ്രധാനപ്പെട്ട ഏരിയകൾ ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. കിരണിന് പട്ടികളെ വളരെ പേടിയാണ്. അവന്റെ രക്ഷകർത്താക്കൾ എപ്പോഴും പട്ടിയെ സൂക്ഷിക്കണമെന്ന് പറയും. അതായത് രക്ഷിതാക്കൾ എപ്പോഴും പട്ടി വരുന്നു എന്ന് പറയും. എന്നിട്ട് നോക്കൂ, പട്ടികളില്ലാത്ത നേരത്തും കിരൺ പട്ടി വരുന്നു എന്ന് പറഞ്ഞ് അവന്റെ സുഹൃത്തുക്കൾ അവനെ ഞെട്ടിക്കാറുണ്ട്. പട്ടി ഇല്ലാത്ത നേരം പെട്ടെന്ന് അപ്പോ പട്ടി വരുന്നു എന്ന് പറയുമ്പോൾ അവൻ ഞെട്ടുന്നു. അപ്പൊ ഇവിടെ നോക്കൂ, എന്തുമായി ബന്ധപ്പെട്ട ബിഹേവിയറിസ്റ്റ് അല്ലേ, അതില് നമ്മൾ കുറെ പറഞ്ഞില്ലേ കണ്ടീഷനിങ് അല്ലേ, അത് കണ്ടീഷനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടുത്തെ ഓപ്ഷൻ നോക്കി എന്നിട്ട് പറയുക ഏതാണ്? സെമാൻറ്റിക് ജനറലൈസേഷൻ, എപ്പിസോഡിക് മെമ്മറി, സെൻസറി പ്രീ കണ്ടീഷനിങ്, ടെമ്പറൽ കണ്ടീഷനിങ്. ഇത് കുറച്ച് മുമ്പത്തെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ അവിടുത്തെ ഓപ്ഷൻ ഒക്കെ നമുക്ക് പരിചയമില്ലാത്ത കുറെ ഓപ്ഷൻ അല്ലേ. സെമാൻറ്റിക് ജനറലൈസേഷൻ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്നുള്ളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, ഓർമ്മയില്ലേ? ഏതില്? നമ്മുടെ കണ്ടീഷനിങ്ങിൽ വരുന്ന ബിഹേവിയറിസ്റ്റ് വ്യൂവില് സ്റ്റിമുലസ് ജനറലൈസേഷൻ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ളത്. അതായത് നമ്മൾ ആദ്യം ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം കണ്ടീഷൻ ചെയ്തു വെക്കുന്നു. പിന്നെ ആ വസ്തു ഇല്ലെങ്കിലും കുട്ടിക്ക് അതിനോടുള്ള പേടി. ഉദാഹരണത്തിന് സലൈവ വരുന്നത്, ഉദാഹരണത്തിന് അല്ലേ, സലൈവ നമ്മൾ എന്തെങ്കിലുമൊക്കെ ടേസ്റ്റ് ഉള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് കാണുമ്പോൾ അല്ലെ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് കുട്ടികൾക്ക് സലൈവ, വായിൽ ഉമിനീര് വരുന്നില്ല, മധുരത്തെ സ്വീറ്റി എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ആ മധുരമില്ലാത്ത സമയത്ത് ഒറിജിനലി ആ വസ്തു ഇല്ലെങ്കിലും അത് പറയുമ്പോൾ കുട്ടികൾക്ക് സലൈവ വരുന്നു. ഇതുപോലെ തന്നെ കുട്ടികൾക്ക് പേടിയും ഇതുപോലെ തന്നെയാണ്. ഒറിജിനൽ ആ വസ്തു ഇല്ലെങ്കിലും കുട്ടികൾക്ക് ആ വാക്ക് പറയുമ്പോൾ പേടി വരുന്നു. അതിനാണ് നമ്മൾ സെമാൻറ്റിക് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സ്റ്റിമുലസ് ജനറലൈസേഷൻ നമ്മൾ നോക്കൂ. സ്റ്റിമുലസ് ജനറലൈസേഷൻ പഠിച്ചതുപോലെ ഇവിടെ എപ്പിസോഡിക് മെമ്മറി, അത് മെമ്മറിയുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ, മെമ്മറിയുമായി ബന്ധപ്പെട്ടതാണ്. സെൻസറി പ്രീ കണ്ടീഷനിങ്, അത് അത് ഡിഫറെൻ്റ് ആണ്. ടെമ്പറൽ കണ്ടീഷനിങ് അതൊക്കെ വ്യത്യസ്തമാണ്. എന്താണ്? സെമാൻറ്റിക് ജനറലൈസേഷൻ ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് നോക്കൂ. ഫെമിന ടീച്ചർ ക്ലാസ്സിലെ പ്രാഥമിക ചർച്ചയ്ക്ക് ശേഷം കുട്ടികളെ പൂന്തോട്ടത്തിലേക്ക് നയിച്ചു. കുട്ടികൾ ഓരോ ചെടിയും പരിശോധിച്ച് അവയുടെ പ്രത്യേകതകളും വ്യത്യാസങ്ങളും ചർച്ച ചെയ്യുന്നു നോട്ട്ബുക്കിൽ അല്ലേ. കുട്ടികൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി ഒബ്സർവ് ചെയ്യുന്നു അല്ലേ, എന്നിട്ട് ചർച്ച ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യുന്നു, അവർ കൂടി ചർച്ച ചെയ്യുന്നു. ഇത് കേരളത്തിൽ ഇപ്പോൾ സ്വീകരിച്ചു വരുന്ന പഠന പ്രക്രിയയുടെ സമീപനത്തിന്റെ ഭാഗമായാണ് ടീച്ചർ ചെയ്തത്. അപ്പോൾ എന്താണ് ലേണിംഗ് അല്ലേ, ഇപ്പോഴത്തെ നിലവിലുള്ള ലേണിംഗ് അപ്രോച്ചസ് ടു ലേണിംഗുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്താണ് ഇതിന്റെ പേര് നോക്കൂ. ഇത് പ്രോസസ് ഓറിയന്റഡ് അപ്രോച്ച് ആണോ, പ്രക്രിയാബന്ധിത പ്രോസസ് അല്ലെ ഓറിയന്റഡ് ആണോ, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്ന് പറയല്ല അപ്രോച്ച് ആണോ, പ്രവർത്തനാധിഷ്ഠിത സമീപനം, പഠന നേട്ടത്തിൽ ഊന്നിയുള്ള സമീപനം, അതായത് ഔട്ട്കം ഫോക്കസ് അപ്രോച്ച്, ഇതിന്റെ ഔട്ട്കമ്മിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള അപ്രോച്ച് ആണോ, അതല്ലെങ്കിൽ നോക്കൂ ഇതെല്ലാം ആണില്ലേ. അപ്പോൾ അവസാനത്തെ ഓപ്ഷൻ നോക്കൂ, ഔട്ട്കം ഫോക്കസ്ഡ്, പ്രോസസ് ഓറിയന്റഡ്, ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ച്. ക്ലിയർ അല്ലേ? മൂന്നും ഇവിടെ കറക്റ്റ് ആണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ കൃത്യമായിട്ട് ഓപ്ഷൻ മനസ്സിലാക്കിയിട്ടേ ചെയ്യാവൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇതൊക്കെ കുറച്ചുകൂടി വായിച്ച് മനസ്സിലായി, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് മനസ്സിലാക്കി തന്നെ ചെയ്യാം. നോക്കൂ, ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് ഭാഗികമായി കേൾവിക്കുറവുണ്ട്. അപ്പൊ അവനൊരു ഒരു പ്രശ്നമുണ്ട് അല്ലേ. അതുകൊണ്ട് അധ്യാപിക പറയുന്നത് പൂർണ്ണമായി മനസ്സിലാക്കാൻ കുട്ടിക്ക് കഴിയുന്നില്ല. ഇത്തരത്തിലുള്ള പ്രശ്നം
പരിഹരിക്കാൻ അധ്യാപിക എന്ന നിലയ്ക്ക് എന്ത് നടപടി സ്വീകരിക്കും? അതായത് നമ്മളെ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ഓരോ കുട്ടികളും ഡിഫറൻ്റ് ആണ്, ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചോദ്യം, കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിൽ അയക്കാൻ രക്ഷകർത്താവിനോട് നിർദ്ദേശിക്കും. അങ്ങനെയാണോ? ഇങ്ങനെയുള്ള ഡിസേബിൾ ആയ കുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രയാസമുള്ള കുട്ടികളെ വേറെ സ്കൂളിൽ പറഞ്ഞേക്കാം, അതൊരിക്കലും പറ്റൂല. ഈ കുട്ടിയെ സഹായിക്കാൻ ഗ്രൂപ്പ് മേധാവിയോട് നിർദ്ദേശിക്കും, അല്ലേ? ഗ്രൂപ്പ് മേധാവിക്ക് മാത്രം ഈ കാര്യം ഏൽപ്പിക്കും. അങ്ങനെ മാത്രം ചെയ്യാൻ പറ്റുമോ? റിസോഴ്സ് അധ്യാപികയുടെ സേവനം പ്രയോജനപ്പെടുത്തും, അല്ലേ? പ്രയോജനപ്പെടുത്താം. പക്ഷേ അടുത്ത ഓപ്ഷൻ കൂടി വായിക്കൂ. ക്ലാസ്സിലെ മുമ്പിലുള്ള വരിയിൽ കുട്ടിയെ ഇരുത്തും. അതെ, ക്ലാസ്സിൽ ജനറൽ എല്ലാ കുട്ടികളുടെ കൂടെ അവന് സാഹചര്യം ഒരുക്കി കൊടുക്കാം. എന്നിട്ട് അതാണ് മുമ്പിലേക്ക് ഇരുത്തുന്നത്. അതോടൊപ്പം ഗ്രൂപ്പ് മേധാവിയുടെ റിസോഴ്സ് ടീച്ചറുടെയും സഹായം തേടും. ഇതല്ലേ കറക്റ്റ് ഓപ്ഷൻ? എല്ലാം വേണം, പക്ഷെ ഏറ്റവും അനുയോജ്യമായ ആൻസർ നിങ്ങൾ സെലക്ട് ചെയ്യണം. ക്ലിയർ അല്ലേ? 4 ഓപ്ഷൻ ഏറ്റവും അനുയോജ്യമായത് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്. ലീന ബുദ്ധിയുള്ള കുട്ടിയാണ്, എന്നാൽ കഴിഞ്ഞ ആഴ്ചയായി അവൾ ദുഃഖിതയായി കാണുന്നു. ഇന്റലിജൻസ് ബുദ്ധിയുണ്ട്, കുഴപ്പമൊന്നുമില്ല, പക്ഷെ കഴിഞ്ഞ ആഴ്ച എന്ത് ചെയ്തു? അവർ കുറച്ച് ദുഃഖിതയായിട്ട് കാണപ്പെടുന്നു. അധ്യാപകരുടെ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും വളരെ കുറവ്. അപ്പോൾ പഠിക്കാഞ്ഞിട്ടല്ല, എന്തോ ഒരു പ്രശ്നം വന്നു, എന്തോ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കി പരിഹരിക്കണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും നിരീക്ഷണങ്ങളും രേഖപ്പെടുത്താൻ ടീച്ചർ ഏത് റെക്കോർഡാണ് യൂസ് ചെയ്യുക? അതായത് ടീച്ചിങ് മാനുവലിലാണോ, ടീച്ചിങ് നോട്ടിലാണോ, അല്ലെ ക്യുമുലേറ്റീവ് റെക്കോർഡിലാണോ, അനക്ഡോട്ടൽ റെക്കോർഡ്, അതായത് അനക്ഡോട്ടൽ നമ്മൾ പറയില്ലേ ക്യുമുലേറ്റീവ് സഞ്ചിത രേഖ, അല്ലെങ്കിൽ ദ പേഴ്സണൽ ഡയറി ഓഫ് ടീച്ചറുടെ പേഴ്സണൽ ഡയറി. ഇവിടെ നമ്മളൊരു പ്രത്യേക റെക്കോർഡ് തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണത്? അത് അനക്ഡോട്ടൽ റെക്കോർഡാണ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ അത് നമ്മൾ എന്ത് ചെയ്യും? രേഖപ്പെടുത്തി വെക്കാൻ ഉപയോഗിക്കുന്നതാണ് അനക്ഡോട്ടൽ. ഇതിൽ ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ആൻസർ ഒന്നെങ്കിൽ അനക്ഡോട്ടൽ ആക്കിയും അതല്ല ക്യുമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ വളർച്ച പൂർണ്ണമായി രേഖപ്പെടുത്തി വെക്കുന്നതിനാണ് നമ്മൾ ക്യുമുലേറ്റീവ് എന്ന് പറയാം. ക്യുമുലേറ്റ് ചെയ്തത്, അല്ലെ? ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്ന ടോട്ടൽ കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ അനക്ഡോട്ടൽ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത് സാധാരണ ബുദ്ധിയുള്ള കുട്ടിയാണ്, പക്ഷേ ഇടയ്ക്ക് ഒരു പ്രയാസം വന്നു, അല്ലേ? ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. സോ ഇത് മനസ്സിലാക്കി ചെയ്ത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ശബരി അധ്യാപകൻ നൽകുന്ന എല്ലാ വർക്കുകളും കണക്കുകളും വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കും. ആ കുട്ടിയുടെ പ്രത്യേകത നോക്കൂ. എന്താണ് ആ കുട്ടിയുടെ ടൈപ്പ്? അധ്യാപകൻ ചെയ്യുന്നത് പെട്ടെന്ന്, നല്ല ഇന്റലിജന്റ് ആണ്, അല്ലേ? നല്ല ഐക്യു ഉള്ള കുട്ടിയാണ്. പിന്നെ അതിനുശേഷം തൊട്ടടുത്തിരിക്കുന്ന സഹപാഠികളെ ശല്യപ്പെടുത്തും. അപ്പോൾ കുട്ടികളെ മറ്റുള്ളവരെ ശല്യപ്പെടുത്താൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ക്ലാസ്സിൽ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഭയങ്കര പ്രശ്നമാണെന്നാണോ ഇതിൻ്റെ അർത്ഥം? നോക്കൂ, ഓപ്ഷൻ നോക്കൂ. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ശബരി ഒരു പ്രശ്നക്കാരനാണ്, അവന് പണിഷ്മെന്റ് കൊടുക്കണം, അല്ലേ? അല്ലെങ്കിൽ അധ്യാപിക നൽകുന്ന പ്രവർത്തനങ്ങൾ ശബരിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് പര്യാപ്തമല്ല. ദ വർക്ക്സ് ഗിവൺ ബൈ ദ ടീച്ചർ ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ടു ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ശബരി. ഇനി ശബരി പ്രശ്നം പ്രധാന അധ്യാപകനെയും രക്ഷകർത്താവിനെയും അറിയിക്കണം. ശബരിയുടെ പ്രശ്നം, അല്ലെ? ശബരിക്ക് ശരിയായ കൗൺസിലിംഗ് കൊടുക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികളുടെ, അല്ലെ, അസാമാന്യ കുട്ടികൾ ഉണ്ടാവും. അങ്ങനത്തെ കുട്ടികളെ, അതായത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഗിഫ്റ്റഡ് ചൈൽഡ്, അല്ലെ സുപ്പീരിയർ ചൈൽഡ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ശരാശരിയേക്കാൾ താഴ്ന്ന. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം കുട്ടിക്ക് ഇന്റലിജന്റ് ഉഷാറാണ്, അവന്റെ ഇന്റലിജന്റ്, അല്ലെ, നല്ല ഉഷാറുള്ള കുട്ടിയാണ്. അതുകൊണ്ട് അവന് ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അസാമാന്യമായിട്ടുള്ള ഗിഫ്റ്റഡ് ചൈൽഡ്രാണ്. അവരിങ്ങനെ ആയിരിക്കും, അവർക്ക് ഈ പാഠത്തിൽ കൊടുക്കുന്ന കാര്യങ്ങളൊന്നും മതിയാവുകയില്ല. അപ്പോൾ അവന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൂടി ടീച്ചേഴ്സിന് കൊടുക്കാൻ പറ്റണം. അതുകൊണ്ടാണ് ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, സോ ഓപ്ഷൻ അധ്യാപക നൽകുന്ന പ്രവർത്തനങ്ങൾ ശബരിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പര്യാപ്തമല്ല. ഞാൻ പറഞ്ഞില്ല, കുറച്ച് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ നോക്കൂ, ചെറിയൊരു ചോദ്യം, അല്ലേ? അപ്പൊ കുറച്ചൊരു ആശ്വാസമില്ലേ? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ സർഗാത്മകതയുമായി ബന്ധപ്പെടാത്ത ഘടകം ഏത്? ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെടാത്ത, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു, അല്ലെ? ക്രിയേറ്റിവിറ്റി. അതിൽ നമ്മൾ പറഞ്ഞു ടോറൻസിന്റെ അടിസ്ഥാന ഘടകങ്ങൾ പറഞ്ഞില്ലേ? അതിൽ നമ്മൾ ഏതാ പെടാത്തത്? ഒറിജിനാലിറ്റി, ഫ്ലുവൻസി ഒഴുക്ക്, ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി. ഏതാണ് പെടാത്തത്? നമുക്കറിയാം, അത് പഠിച്ചാൽ തന്നെ മതി. ഡിസിപ്ലിൻ ആണ് അതിൽ പെടാത്തത്. മറ്റുള്ളതൊക്കെ ഉണ്ട്. അതായത് ക്രിയേറ്റിവിറ്റിക്ക് തീർച്ചയായും ഒറിജിനാലിറ്റി വേണം, അതിനൊരു ഫ്ലുവൻസി, ഒഴുക്കുണ്ടാവും, അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. A.H. മാസ്ലോ, അതാരാ? എബ്രഹാം മാസ്ലോയുടെ മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ സംബന്ധിച്ച് ഏറ്റവും ശരിയായി വിന്യസിച്ചിട്ടുള്ള ശ്രേണി ഏതാണ്? ഞാൻ ഓപ്ഷൻ വായിക്കണ്ട,
ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം നീഡ്സ് തിയറി, മാസ്ലോയുടെ നീഡ്സ് അല്ലേ, ഹയറാർക്കി ഓഫ് നീഡ്സ് എന്നുള്ളതാണ് കൺസെപ്റ്റ് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾ അങ്ങനെ ആക്കിയിരുന്നു. ഏറ്റവും അടിയിലുള്ളത് ഏതായിരുന്നു? ഏറ്റവും അടിയിൽ ഫിസിയോളജിക്കൽ പിന്നെ വരുന്നതാണ് എന്ത്? സേഫ്റ്റി. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ നോക്കി ആദ്യം ഓപ്ഷൻ നോക്കൂ. ഫിസിയോളജിക്കൽ വരുന്ന എല്ലാത്തിലും ഉണ്ട്. നെക്സ്റ്റ് സേഫ്റ്റി വരുന്നുണ്ടോ? അതെ, ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, ഇവിടെ. അപ്പോൾ 3 ശരി. അടുത്തത് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് അല്ലെ, ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. എവിടെ നോക്കൂ, ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇത് ഓപ്ഷൻ പോയി, ഇത് ആദ്യം പോയിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് വരുന്നുണ്ട്. അപ്പോൾ ലവ് ആൻഡ് ബിലോങ്ങിങ് കഴിഞ്ഞാൽ ഇനി വരുന്നത് ഏതാ നോക്കൂ. നെക്സ്റ്റ് ഈ ഓപ്ഷൻ ബിയും സിയും നമുക്ക് കിട്ടിയല്ലോ. ഇനി ഇതിൽ നെക്സ്റ്റ് വരുന്നത് കൊഗ്നിറ്റീവ് അല്ലേ, കൊഗ്നിറ്റീവ്. ഇവിടെ സെൽഫ് എസ്റ്റീം വരുന്നു, ഇവിടെ ഏതാ? കൊഗ്നിറ്റീവ്. അപ്പോൾ ഏതാണ് വരുന്നത് നമുക്കറിയാം. ലവ് ആൻഡ് ബിലോങ്ങിങ്സ് കഴിഞ്ഞാൽ സെൽഫ് എസ്റ്റീം വരുന്നു, സെൽഫ് എസ്റ്റീം. പിന്നെയാണ് കൊഗ്നിറ്റീവ് ആൻഡ് ഐസ്തെറ്റിക് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഏറ്റവും മുകളിലുള്ളതാണ് എന്ത്? സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതിൽ കുറച്ച് അധികം വന്നിട്ടുണ്ടല്ലേ. സാധാരണ ലവ് ആൻഡ് ബിലോങ്ങിങ് കഴിഞ്ഞു, ഇവിടെ നമുക്ക് സെൽഫ് എസ്റ്റീം നോക്കാം, സെൽഫ് എസ്റ്റീം, പിന്നെ സെൽഫ് ആക്ച്വലൈസേഷൻ, അങ്ങനെ വരാറുണ്ട് കേട്ടോ. ഇതിൽ കുറച്ചധികം വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ. സൽമ ടീച്ചർ കേൾവിയിലൂടെ പഠനം നമ്മൾ പഠിച്ചില്ലേ. അതുപോലെ തന്നെ കാഴ്ചയിലൂടെ പഠനം, അതായത് ഓഡിറ്ററി ലേണിംഗ്, വിഷ്വൽ ലേണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓഡിറ്ററി നമ്മൾ പറയാം ലേണിംഗ്, പല ആളുകൾ പല രീതിയിൽ ലേണേഴ്സ് ഉണ്ട്. അപ്പോൾ ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ട്, വിഷ്വൽ ലേണേഴ്സ് ഉണ്ട്. അതുപോലെ ഓഡിറ്ററി ലേണിംഗ്, അതുപോലെ വിഷ്വൽ ലേണിംഗ്, പിന്നെ ലേണിംഗ് ബൈ ഡൂയിങ്, അനുഭവത്തിലൂടെ പഠനം എന്നിവയ്ക്ക് ക്ലാസ് മുറിയിൽ എല്ലായ്പ്പോഴും അവസരം കൊടുക്കുന്നു. കാരണം നമ്മൾ പറയാം പലതരം ലേണേഴ്സ് ഉണ്ട്. ഓഡിറ്ററി ലേണേഴ്സ് ഉണ്ട്, വിഷ്വൽ ലേണേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ അവർ ലേണിംഗ് ബൈ ഡൂയിങ്, അനുഭവത്തിലൂടെ ചെയ്യുന്നവരുണ്ട്. ഇതിനൊക്കെ സൽമ ടീച്ചർ പ്രാധാന്യം കൊടുക്കുന്നു. ഇനി വെറൈറ്റീസ് ഓഫ്, ഇപ്രകാരം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ടീച്ചർ നൽകുന്നത് നോക്കൂ, ഓരോ കുട്ടിയുടെയും വ്യക്തിഗത ആവശ്യങ്ങൾ സാധ്യമാക്കാൻ വേണ്ടിയാണ്. കാറ്ററിംഗ് ദ ഇൻഡിവിജ്വൽ നീഡ്സ് ഓഫ് എവരി ചിൽഡ്രൻ. ശരിയാണല്ലോ, ശരിയാണ്. നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കാം. ടാക്ലിംഗ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ അത് നോക്കിയപ്പോൾ അങ്ങനെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസുമായി ഒരു കുട്ടിയുടെ വ്യക്തി വ്യത്യാസത്തെ പരിഗണിക്കാൻ വേണ്ടിയാണ്. നോക്കൂ, കാറ്റഗറിങ് ദ ഇൻഡിവിജ്വൽ നീഡ്സ് ആൻഡ് ടാക്ലിംഗ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഓഫ് ചിൽഡ്രൻ ഒക്കെ സെയിം അല്ലേ. അപ്പോൾ ഗെറ്റിംഗ് ഗുഡ് സ്കോർ, കുട്ടികൾക്ക് നല്ല സ്കോർ ലഭിക്കാൻ. അപ്പോൾ നമുക്ക് 3 ശരിയാണ്. പക്ഷേ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ, അതിൽ കാറ്ററിംഗ് ദ ഇൻഡിവിജ്വൽ നീഡ്സ് പറയുന്നുണ്ട്, ആൻഡ് ടാക്ലിംഗ് ദ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അതും പറയുന്നുണ്ട്. സോ നമുക്ക് ഏതെടുക്കാം? സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇങ്ങനെയാണ് ഓപ്ഷൻ ആദ്യം കാണുമ്പോൾ നമുക്ക് ഫസ്റ്റത്തെ എന്ന് നിങ്ങൾ ടിക്കിടും, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അങ്ങനെ നോക്കരുത്, ചിലപ്പോൾ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ ചില ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. കാഴ്ചയുടെ മണ്ഡലത്തിൽ മാത്രമായി ഒതുങ്ങാതെ ആശയങ്ങൾ രൂപപ്പെടുത്താനും പ്രശ്ന നിർദ്ധാരണത്തിന് ആവശ്യമായ മാനസിക കഴിവുകൾ വർദ്ധിപ്പിക്കാനും ഉതകുന്ന ബുദ്ധി. നമ്മൾ കഴിഞ്ഞ ദിവസം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് പഠിച്ചതിൽ പെട്ടെന്ന് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഓടുന്നുണ്ടോ? കുറച്ച് വേണ്ടേ, ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയും ചോദിക്കാമെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ചില ക്വസ്റ്റ്യൻസ് അങ്ങനെയും ചോദിക്കാം. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുക. ഇവിടെ ഒന്ന് ചോദ്യം നോക്കൂ, ഇംഗ്ലീഷ് ഒന്ന് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻ്റലിജൻസ് ഗിവ്സ് വൺ ദ എബിലിറ്റി ടു മാനിപ്പുലേറ്റ് ആൻഡ് ക്രിയേറ്റ് മെൻ്റൽ ഇമേജ്. മനസ്സിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാം. ഇൻ ഓർഡർ ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ടു വിഷ്വൽ ഡൊമൈൻസ്. നമ്മുടെ ദൃശ്യ ഡൊമൈൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് അല്ല. അപ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടിയില്ല. ഇനി നിങ്ങൾ വായിച്ചു നോക്ക്. സ്പാഷ്യൽ ഇൻ്റലിജൻസ്, സ്ഥലപരമായ ബുദ്ധി. നമ്മൾ പറയാം ചിത്രകാരൻ, എഴുത്തുകാരില്ല കേട്ടോ, ചിത്രകാരന്മാർ, ആർക്കിടെക്ചർ, അവർക്കുള്ള. ലിംഗ്വിസ്റ്റിക്, ഭാഷാപരം, നമ്മളല്ലേ അവിടെയാണ് നമ്മൾ എഴുത്തുകാർ, കവികൾ, പ്രസംഗികർ, അവിടെ ഭാഷാപരം. മ്യൂസിക്കൽ, സംഗീതപരമായിട്ടുള്ളത്. ബോഡിലി കിനസ്റ്റിക്, ഡാൻസ്, സ്പോർട്സ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, മൈൻഡിലൊരു വിഷ്വൽ ഇമേജ് എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ വിഷ്വൽ ഡൊമൈൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇതിലേതാ കണക്ഷൻ? ഏതാണ്? അതാണ് ഓപ്ഷൻ സ്പാഷ്യൽ ഇൻ്റലിജൻസ്, സ്ഥലപരമായ ബുദ്ധി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഈ ഒരു രീതിയിലാണ് ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറുള്ളത്. അപ്പോൾ നമ്മൾ ബോധപൂർവമാണ് ഇത്തരം ഒരു ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. പ്രസ്താവനപരമായ, ഇപ്പോൾ നിങ്ങൾ പറയും കട്ടറ്റ് എക്സാം ഭയങ്കര ടഫാണെന്നൊക്കെ പറയും. നമ്മൾ ഇതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾ ഒന്ന്
ആശ്വാസത്തോടെ അതായത് സമാശ്വാസത്തോടെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ ആവുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. ഞാൻ പറയില്ല, ഓപ്ഷൻസിലൂടെ നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സാം നിങ്ങൾക്ക് ഇത് നോക്കൂ, ഇത് നമ്മൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ നോക്കി, ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇതിനു മുമ്പ് നീഡ്സ് തിയറിയെ കുറിച്ചാണ്. ഇവിടെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ്. പിന്നെ നമ്മൾ വരുന്നത് ഇവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അവിടെ ഗിഫ്റ്റഡ് ചിൽഡ്രനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. പിന്നെ ഇവിടെ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡിനെ കുറിച്ച്, പിന്നെ അല്ലേ കൺസെപ്റ്റ് ബേസിലുള്ള തിയറി മനസ്സിലാക്കിയിട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു ക്വസ്റ്റ്യനുമായി, ഒരു ഡിസ്കഷനുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.